ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കൂട്ടുകാരാരെങ്കിലും പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ രാവിലെ തന്നെ നേരെ അടുക്കളയിൽ കയറിയിട്ടോ. അടുക്കളയിൽ കയറിയിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കി. ഇന്നലത്തെ കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കി. വീട്ടിൽ ഞാനും ഏട്ടനും കുട്ടികളും അച്ഛനും മാത്രമേ ഉള്ളൂ. അമ്മയൊക്കെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ദോശമാവ് കൊണ്ട് അങ്ങോട്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയൊക്കെ ഏകദേശം ചുട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കുന്ന പരിപാടിയും കൂടെ നടക്കുന്നുണ്ട്. എന്നും ദോശയ്ക്ക് ചട്ടിനിയാണ് ഉണ്ടാക്കല്. അപ്പോൾ അല്ലുക്കുട്ടനൊക്കെ പറയും, എന്താ അമ്മ നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കിക്കൂടെ, എന്നും നിങ്ങൾ ഈ ചട്ടിനിയാണോ ഉണ്ടാക്കണതെന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പും കാര്യങ്ങളൊക്കെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും സാമ്പാർ ഉണ്ടാക്കുക. അപ്പോൾ ഉച്ചക്കേക്കും കണ്ട് അങ്ങോട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട്. ലച്ചുമോക്കാണെങ്കിൽ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പായസം കുടിക്കണ പോലെയാണ് അവൾ സാമ്പാർ കുടിക്കുക. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സാമ്പാറിനുള്ള പരിപ്പ് അങ്ങോട്ട് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നാക്കി എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കുക്കറിലിട്ടിട്ട് നേരെ മുറ്റത്തേക്കായിട്ട് ഇറങ്ങിയത്. മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മുറ്റടിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം കുറച്ച് സമയം മുറ്റമൊക്കെ ഒന്നിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. കാരണം ഒരുപാട് ഇലഞ്ഞിപ്പൂ കൊഴിഞ്ഞാടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ മുറ്റടിക്കാനേ തോന്നൂല. മുറ്റടിക്കലൊക്കെ ഏകദേശം ആയപ്പോൾ മുന്നിലെത്തിയപ്പോൾ അല്ലുക്കുട്ടനൊക്കെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ സ്ഥിരം പരിപാടിയാണ് ചെരുപ്പെല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ ഉമ്മർത്ത് കൂട്ടിയിടുക കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ ചെരുപ്പെല്ലാം കൂടെ കൂട്ടിയിടുന്നത്. ഞാനതൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ ചെന്നിട്ടോ. അടുക്കളയിൽ ചെന്നപ്പോൾ കുക്കറിൽ നന്നായിട്ട് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് വറുത്തിടാൻ വിചാരിച്ചു. അങ്ങനെ സാമ്പാർ അങ്ങോട്ട് വറുത്തിട്ടതിന് ശേഷം പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകിയെടുത്തു. രാത്രി പാത്രം കഴുകിയാലും രാവിലെ കുറച്ച് പാത്രം കഴുകാനുണ്ടാകും. പിന്നെ രാവിലെ ചായയും കടി ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടാകും. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴുകി മാറ്റിയെടുത്ത് വെച്ചിട്ട് ഇന്ന് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ അലക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഒരുപാടൊന്നും അലക്കാനില്ല, കുറച്ചുള്ള അലക്കാൻ. അപ്പോൾ കുറച്ച് അധികം ചളിയുള്ളതൊക്കെ ഞാനിങ്ങനെ കല്ലുമ്മൽ അലക്കിയെടുക്കും. ബാക്കിയുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അങ്ങോട്ട് അലക്കിയെടുക്കും. സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മക്കളുടെയൊന്നും അധികം ഡ്രസ്സും കാര്യങ്ങളൊന്നും അലക്കാനുണ്ടാവില്ല. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് താളി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല ഉണ്ട ചെമ്പരത്തി കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിന്ന് കുറച്ച് താളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പരത്തിയൊക്കെ പറിച്ചെടുത്തു. താളിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അലക്കിയ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തോരട്ടു. തോരടലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ താളിയൊക്കെ തേച്ച് കുളിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട്. ആദ്യമൊക്കെ പറഞ്ഞാൽ എന്നും താളിയൊക്കെ തേച്ച് കുളിക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കര മടിയാണ് താളിയൊക്കെ തേക്കാൻ. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ എന്നും താളിയൊക്കെ തേച്ചാണ് കുളിക്കൽ. അപ്പോൾ അന്നൊക്കെ നല്ല മുടിക്ക് നല്ല ഇതുണ്ടായിരുന്നു. ഇപ്പോൾ മുടിയൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴേക്കിനും ലച്ചുമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ എണീറ്റ് പല്ലൊക്കെ തേച്ച് അവൾ ചായ കുടിക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു. അല്ലുക്കുട്ടനൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അത് തീ ഇങ്ങനെ കത്തിപ്പിടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. തീയാണെങ്കിൽ കത്താൻ ഭയങ്കര പ്രയാസമാണ്. കത്തി കിട്ടിയാലോ പിന്നെ കെടാനും അതിലും വലിയ പ്രയാസമാണ്. അപ്പോൾ രാവിലെയൊക്കെ നമ്മളിങ്ങനെ എണീറ്റ് തീയൊക്കെ പിടിപ്പിക്കാൻ നോക്കുമ്പോൾ കുറച്ച് ഓലക്കൊടിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ തന്നെ തീ കത്തിപ്പിടിക്കും. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അച്ഛൻ കുറച്ച് പച്ചക്കറിയിൽ നിന്ന് കുറച്ച് വെണ്ടയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് കുറച്ച് മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ
വെണ്ടയ്ക്കേനോട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കണേ. അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോന്നു. അപ്പോൾ മക്കളൊക്കെ പുറത്ത് പോയി കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ തുടക്കണ സമയമാകുമ്പോഴാവും കേട്ടോ അവരിങ്ങോട്ട് കയറി വരിക. അപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നതിൻ്റെ മുമ്പ് തന്നെ അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ താഴത്തെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ മേലേക്കാണ് കേട്ടോ കയറിയത്. മേലെ അടിച്ചു വാരിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമല്ലോ വിചാരിച്ചു. മേലെയാണ് ടി വിയും കാര്യങ്ങളൊക്കെ മേലെ ആയതുകൊണ്ട് തന്നെ മക്കൾ രാവിലെ ആയാൽ നേരെ കയറും കേട്ടോ മേലേക്ക്. അങ്ങോട്ട് കയറുന്നതിനനുസരിച്ച് എന്തെങ്കിലും ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടാണ് കയറുക. അപ്പോൾ അതൊക്കെ താഴെ കൊഴിഞ്ഞാടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാമല്ലോ വിചാരിച്ചുകൊണ്ടാണ് മേലേക്ക് കയറിയത്. എനിക്കാണെങ്കിൽ മേലേക്ക് കയറാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും കയറൂല, എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ കുറേ പൊടി ഉണ്ടാവും കേട്ടോ ഈ സിറ്റ് ഔട്ടിലായാലും ഹാളിലായാലും. വണ്ടിയും കാര്യങ്ങളൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇങ്ങോട്ട് നന്നായിട്ട് പൊടി അടിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാലോ വിചാരിച്ചു. ഈ സിറ്റ് ഔട്ടിൻ്റെ നേരെ മുന്നിലാണ് ഇലഞ്ഞിമരം. അപ്പോൾ ഈ ഇലഞ്ഞിമരത്തിൽ ഒരുപാട് കിളികൾ വന്നിരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഈ സിറ്റ് ഔട്ടൊക്കെ വന്നിരിക്കണോണ്ട് തന്നെ ഒരുപാട് വൃത്തികേടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഇവിടെ ആണെങ്കിൽ മേലെ അങ്ങനെ ആരും കിടക്കാനൊന്നും അധികം വരലില്ല. മക്കൾ ടി വി കാണാൻ വരും. ചിലപ്പോൾ അച്ഛനും അവിടെ വന്ന് കിടക്കും. പിന്നെ ഇപ്പുറത്തെ റൂമിലാണ് നമ്മളെ കുഞ്ഞിക്കിളീൻ്റെയും പൈങ്കിളീൻ്റെയും വീടാണ് കേട്ടോ. ലച്ചുമോൾ അങ്ങനെയാണ് പറയുക. ലച്ചുമോൾക്ക് ഓരോരുത്തരെ റൂമും അവരവരെ വീടാണ് കേട്ടോ. അപ്പോൾ അവരും തന്നെ അവരെ അച്ഛന് വിദേശത്തായതുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് അധികം വരലില്ല. അധികം അവരെ അമ്മമ്മ വീട്ടിലാണ് അവർ നിൽക്കൽ. അപ്പോൾ അവരും പോയിട്ടുണ്ട് അമ്മേൻ്റെ കൂടെ അമ്മേൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ താഴെ ലച്ചുമോൾ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ അവൾ കളിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവരിങ്ങനെ കളിക്കണ കാണാൻ നല്ല രസമാണ് കേട്ടോ. അവരിങ്ങനെ ഫോൺ പിടിച്ച് കളിക്കുക, അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഞാൻ അതൊക്കെ നോക്കി നിന്നു. അങ്ങനെ വാതിലൊക്കെ കുറ്റിയിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു കേട്ടോ പൊരിക്കാൻ. ഏട്ടന് കുറച്ച് പ്രഷർ കുറവായതുകൊണ്ട് ഏട്ടനോട് ഉണക്കമീനും അച്ചാറൊക്കെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉണക്കമീനാണ്. മീൻകാരനാണെങ്കിൽ ഇന്ന് വന്നിട്ടുമില്ല. അപ്പം ഇന്നിങ്ങ് ഉണക്കമീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ വിചാരിച്ചു. കുറച്ച് ഉണക്കമീനൊക്കെ പൊരിച്ചു. ഉണക്കമീനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് കയറിയിട്ടോ. അപ്പോഴേക്കും ചോറിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ഇന്നലെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നാക്കി എടുക്കാമല്ലോ വിചാരിച്ചു. വൈകുന്നേരം ആയാൽ പിന്നെ ചായയും കടി നിർബന്ധമായതുകൊണ്ട് തന്നെ ചക്ക നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. ചക്കക്കാണെങ്കിൽ ചെറുതായിട്ടൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വേണ്ടില്ല, ഇതുകൊണ്ട് വൈകുന്നേരം പുഴുക്കുണ്ടാക്കണം. ഞങ്ങളെ പറമ്പിലുണ്ടായ ചക്ക തന്നെയാണ് ഇത്. അപ്പോൾ അച്ഛൻ ഇത് പോയി ഇട്ട് കൊണ്ടുവരാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അടുത്തുള്ള ആൾക്കാരോട് നിങ്ങൾ ഇട്ടോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇട്ടാണ്ട് അവരൊരു കഷ്ണം എടുത്തിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ടു തന്നത്. ആദ്യമൊക്കെ ഈ ചക്ക ചെറിയ ചക്കയായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ കൊണ്ടുവരുമ്പോൾ ചെറിയ ചക്കയായിരുന്നു. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് വലിപ്പം വെച്ചിട്ടുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു. കുരുവൊക്കെ നല്ല പൊടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി ഉണ്ടാക്കാനും ഷേക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റിയ നല്ല കുരുവാണ്. അങ്ങനെ ആവശ്യമായിട്ടുള്ള ചക്കയൊക്കെ നന്നായിട്ട് ചുളയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ പച്ചയായാലും പഴുത്തതായാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ നന്നായിട്ട് കഴിക്കും. ഞങ്ങൾക്കാണെങ്കിൽ ചക്കക്കാലമായ ചക്കേനോടൊരു തല്ലാണ് കേട്ടോ. എന്നും ചക്കയാവും. എന്നും ചക്ക കൂട്ടാൻ കഴിച്ചും വെച്ചൊക്കെ ചിലപ്പോൾ ഒരു മടുപ്പൊക്കെ വരും. എന്നാലും ചക്ക കൂട്ടാൻ ഉണ്ടാക്കും കഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ചക്കയൊന്നും കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, എൻ്റെ വീഡിയോസിൽ അധികവും ചക്കയും മാങ്ങയൊക്കെ ആയിട്ടുള്ള വിഭവങ്ങളുണ്ടാവും. അങ്ങനെ ദാ ചക്കപ്പുഴുക്കിനുള്ള ചക്കയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഒരു കഷ്ണമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്ത് വരട്ടെ എന്നിട്ട് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഞങ്ങൾ ചക്കപ്പുഴുക്കൊക്കെ കൂട്ടി ഉഷാറായിട്ട് ചായയൊക്കെ കുടിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.